എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അല്ല, കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ നീയും പറഞ്ഞല്ലോ കാണണമെന്ന്. എന്തൊക്കെയാ പറയാനുണ്ടെന്ന്? നീയല്ലേ ആദ്യം വിളിച്ചത്, നീ എന്നെ പറഞ്ഞാൽ മതി. ആദ്യം വിളിച്ച ഞാനല്ലേ, അപ്പം ആദ്യം പറയേണ്ടത് നീ വേണം. എനിക്കൊന്നും പറയാനില്ല. എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. ഞാനും പോയേക്കാം. എന്താ പോകുന്നില്ലേ? നീ പോകുന്നില്ലേ? മുരളി, സോറിടാ, ഞാനാകെ ഭ്രാന്ത് കയറി നിൽക്കുകയായിരുന്നു. നിന്നെ തള്ളി മാറ്റി പോവാന്ന് വെച്ചാൽ മുഴുവൻ ഭ്രാന്തായിരുന്നു എന്നർത്ഥം. നീ സോറിയൊന്നും പറയണ്ട. നിന്നെ പോലൊരു നല്ല ഫ്രണ്ടിന്റെ മനസ്സ് കാണാൻ പറ്റാത്ത ഞാനാ കുറ്റക്കാരൻ. KK ഗ്രൂപ്പിന്റെ പ്ലാന്റിന്റെ കാര്യം പറയണ്ടെന്ന് നീ ഒരാവർത്തി പറഞ്ഞു. നിന്റെ മനസ്സ് പതറി നിൽക്കുകയാണെന്നും ആ സമയത്ത് നിനക്കല്പം ആശ്വാസമാണ് വേണ്ടതെന്നും ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ ചുമ്മാ വെറുതെ ഓവറാക്കി കാരണവന്മാരെ പോലെ പിടിവാശി കാണിച്ചു. നിനക്ക് ദേഷ്യം വരിക സ്വാഭാവിക. നീ എന്നെ പിടിച്ച് തള്ളിയല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ നിന്നെ തല്ലിയനെ. എടാ, മനസ്സങ്ങോട്ട് ശരിയാവുന്നില്ലടാ മുരളി. എന്താടാ പ്രശ്നം? അറിഞ്ഞൂടാ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് ഇങ്ങനൊന്നും കാണിക്കത്തില്ല. നീ എന്റെ കാര്യം വിട്. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടവരാണോ? നമ്മൾ പിണങ്ങും ഇണങ്ങും. നിന്റെ വിഷമം എന്താ? എന്താടാ? എൻ്റെ ഇപ്പോഴത്തെ വിഷമം എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നുള്ളതാ. സാരമില്ലടാ, ധൃതി വെക്കണ്ട. നിനക്ക് എന്നാണോ വിഷമങ്ങളൊക്കെ മാറുന്നത് അന്ന് പറഞ്ഞാൽ മതി. ഞാനായിട്ട് നിന്നെ നിർബന്ധിക്കുന്നില്ല. അത് മതിയടാ. KK ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ദേവിയോട് നിർബന്ധം പിടിക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയാം. പക്ഷേ ഒന്നുമില്ല. എടാ, നീ അത് വിട്ടേക്ക്. നീ ഒരിക്കലും അഴിമതിക്ക് വേണ്ടി ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിനക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. അതിനി അതിന്റെ വഴിക്കങ്ങ് പോട്ടെ. ദേവിയുടെ ജനപിന്തുണ കുറയുമായിരിക്കുമല്ലേ? അതൊക്കെ നിനക്ക് തന്നെ ഊഹിക്കാമല്ലോ. എന്താ, നമുക്കിടയിൽ ഇനി അതൊരു വിഷയമാവണ്ട. നമുക്ക് നമ്മളെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും ദേവി സർട്ടിഫിക്കറ്റ് കൊടുത്തതോടെ എൻ്റെ ഒരു ഭാരം മാറി. ചെറിയൊരു സമാധാനം കിട്ടി. പക്ഷെ എനിക്കറിയാം, എനിക്ക് സമാധാനം കിട്ടിയപ്പോൾ ദേവിയുടെ സമാധാനം പോയി. എടാ, നിനക്ക് സന്തോഷം വരിക എന്നുള്ളത് ദേവികയുടെ ആഗ്രഹം. നിനക്ക് സന്തോഷം കിട്ടിയല്ലോ, അത് മതി. നീ വന്നേ, നമുക്കൊരു ജ്യൂസ് കുടിക്കാം. വാ.